മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആദ്യമേ തന്നെ ഉത്തിതനായ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ആശംസകളും സമാധാനവും സൗഭാഗ്യവും നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നിയോഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളെല്ലാവരും ചേർന്ന് വളരെ മനോഹരമായിട്ട് നമ്മൾ ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തി, അതിനുശേഷം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദക്ഷിണമൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ പള്ളിയിൽ ആയിരിക്കുമ്പോൾ ഒത്തിരി മടുപ്പ് നമുക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ സമയം അത് ഏറ്റവും അനുയോജ്യമാണ് നമ്മുടെ പല കാര്യങ്ങൾക്കും വേണ്ടി. അധികം മുഷിപ്പിക്കാതെ, അധികമൊന്നും പറയാതെ ഒരൊറ്റ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഫുൾട്ടൻ ജഷീൻ എന്ന് പറഞ്ഞ വൈദികൻ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ കല്ലറ എന്ന് പറയുന്നത് അത് ലോകത്തിന് ഏറ്റ ഒരു മുറിവാണ്. ക്രിസ്തുവിൻ്റെ കല്ലറ അത് ലോകത്തിന് ഏറ്റ ഒരു വലിയ ഒരു മുറിവാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സെമിത്തേരിയിലും അതുപോലെ എവിടെയൊക്കെ കല്ലറ കാണുന്നു, ആ കല്ലറയിൽ മേൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ നമ്മൾ കൊത്തിവെക്കാറുണ്ട്. അവരുടെ ജനന മരണ നമ്മൾ ദിവസങ്ങൾ കൊത്തിവെക്കാറുണ്ട്. എന്നാൽ ഒരു കല്ലറയിൽ മാത്രം ഒന്നും കൊത്തിവെച്ചിട്ടില്ല. അത് ഇങ്ങനെയാണ് വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൻ്റെ കല്ലറയിൽ മാത്രം ഒന്നും കൊത്തിവെച്ചില്ല. കാരണം അവൻ മരണത്തിന് അധീനനാണ്, മരണത്തിന് അപ്പുറത്തായതുകൊണ്ട് അവൻ്റെ കല്ലറയിൽ ഒന്നും കൊത്തിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ള കല്ലറയിൽ നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു, മരിച്ചാലും അവരൊക്കെ അവിടെയുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ കല്ലറയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 തുണിക്കഷ്ണങ്ങൾ മാത്രമാണ് കിട്ടിയത്, ഒരു കച്ചയും ഒരു തൂവാലയും മാത്രം. കാരണം അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഈ ഒറ്റൊരു സെൻറ്റൻസ് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രത്യാശയുടെ ഒരു തിരുനാളാണ് ഈ ഈസ്റ്റർ. കാരണം ഈസ്റ്ററിനെ കുറിച്ച് എന്ന് പറയുന്നത് അത് പ്രത്യാശയുടെ സുവിശേഷത്തിൻ്റെ തിരുനാളാണ്. നമ്മൾ മനോഹരമായിട്ട് വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതിൽ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കുന്നു. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മൾ വിശ്വാസപൂർവ്വം എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇത് പ്രത്യാശയിലേക്കുള്ള ഒരു ജീവിതത്തിൻ്റെ യാത്രയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയില്ലാതൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. പക്ഷേ വചനം പറയുന്നൊരു കാര്യമുണ്ട്: അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉത്തിതനായ ക്രിസ്തു നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പേര്, അത് സോഫി എന്നായിക്കൊള്ളട്ടെ, ബാബു എന്നായിക്കൊള്ളട്ടെ, ഏത് പേരായിക്കൊള്ളട്ടെ, തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ഇത് ഉത്തിതനായ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ഇതൊരു പ്രത്യാശയുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ജനനത്തിൽ തമ്പുരാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്: ഇവൻ അന്ധകാരത്തിൽ നയിക്കുന്നവർക്ക് ഒരു പ്രകാശമായിട്ട് കർത്താവ് ഉദയം ചെയ്തു. ഈ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ഈ വെളിച്ചമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സഭ ഏറ്റവും കൂടുതൽ വിശ്വാസപൂർവ്വം അതുപോലെ തന്നെ പറയുന്നൊരു തിരുനാളാണ് ഉത്ഥാന തിരുനാൾ. ഇത് തിരുനാളുകളുടെ തിരുനാളാണ്. കാരണം മരണത്തിന് അധീനനായിട്ട് നമ്മുടെ തമ്പുരാൻ കർത്താവ് ജീവിച്ചതിൻ്റെ യഥാർത്ഥമായ സാക്ഷ്യം അതാണ് ഈ ഉയർപ്പ് തിരുനാൾ. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട ഒരു സിനിമയുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ യുവജനങ്ങൾ കണ്ട ഒരു സിനിമയാണ്, വേൾഡ് ക്ലാസിക്കൽ ഫിലിമാണ് അത്. ദ ബൈസിക്കിൾ തീഫ് എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. ആ മൂവിയിൽ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെ: ഒരു അപ്പനും മകനും കൊടിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പനും മകനും വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അവരായിരുന്നപ്പോൾ അപ്പനിങ്ങനെ മകന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി കുറേ അലഞ്ഞു. അവസാനം ഒരു ജോലി ലഭിച്ചു. ജോലി ലഭിച്ചപ്പോൾ അവിടുത്തെ കടയുടെ ഉടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു, കമ്പനിയുടെ ഉടമസ്ഥർ ഇങ്ങനെ പറഞ്ഞു, ജോലി തരാം, പക്ഷേ ഒറ്റൊരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കണം, നിങ്ങൾക്കൊരു സൈക്കിള് വേണം. അപ്പോൾ തൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും എടുത്ത് വിറ്റ് പെറുക്കി അദ്ദേഹം ഒരു സൈക്കിളൊക്കെ വാങ്ങി. കാരണം പുതിയൊരു ജോലി സ്ഥലത്തിന് ഏറ്റവും വലിയൊരു നിബന്ധന എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു സൈക്കിൾ വേണം. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങി അദ്ദേഹം കമ്പനിയിലെ ജോലിക്ക് പ്രവേശിച്ചു. ഏതാനും ദിവസങ്ങളൊക്കെ കടന്നുപോയി. വളരെ സന്തോഷത്തോടു കൂടി ഈ മനുഷ്യനും ഈ മകനും കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം കമ്പനി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ സൈക്കിള് കാണാനില്ല.
ഒത്തിരി നിരാശയോടെ അദ്ദേഹം തെരുവീതികളിലൊക്കെ നടന്നകന്നു. എവിടെയുമെല്ലാം അന്വേഷിച്ചിട്ടും ആരും ഒന്നും പറഞ്ഞില്ല, ആരും കണ്ടതായിട്ട് പറഞ്ഞില്ല. അവസാനം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മകൻ പറഞ്ഞു, ഉണ്ടായിരുന്ന എല്ലാം വിറ്റ് നമ്മളൊരു സൈക്കിൾ വാങ്ങി, ഇപ്പം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരിക്കുന്നു, നാണക്കേടിൻ്റെ വശത്തായിരിക്കുന്നു, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? പപ്പൻ ഇങ്ങനെ തീരുമാനിച്ചു, മകൻ്റെ വിശപ്പിൻ്റെ വിളിയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞ്. അവസാനം ഈ അപ്പൻ മകനോടുള്ള സ്നേഹത്തെ പ്രതി, പുത്രവാത്സല്യത്തെ പ്രതി, ഈ അപ്പൻ സൈക്കിൾ മോഷ്ടിക്കാനായിട്ട് ഒരു കടയുടെ മുകളിൽ ചെന്ന് നിന്നു. അറിയാത്ത പണി ചെയ്തപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി വട്ടം കയറി പിടിച്ചു, കള്ളനെന്ന് മുദ്ര കുത്തി, ഒത്തിരി അപമാനിച്ചു, അവന് പറഞ്ഞയച്ചു. ഇങ്ങനെ തെരുവിൻ്റെ വഴിയരികിൽ ഈ മകനും അപ്പൻ ഇരിക്കുമ്പോൾ ഈ മകൻ വീണ്ടും പറഞ്ഞു, ആദ്യം കൊണ്ടായിരുന്ന ദാരിദ്ര്യം, ഇപ്പോൾ ഉണ്ടാകുന്ന അപമാനം, ഇനി എന്തിന് ജീവിക്കണം, മരിച്ചാൽ മതി. അപ്പോൾ അപ്പം പറയുന്നുണ്ട്, ജീവിക്കുന്നതിനേക്കാൾ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മരണത്തിൽ എല്ലാം തീർന്നു എന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. ഈ മരണം കൊണ്ട് ഒന്നും പൂർത്തിയാകുന്നില്ല. ഇന്ന് തമ്പുരാൻ കർത്താവിൻ്റെ ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു വചനം കൂടിയുണ്ട്. എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിന് ഒഴികെ എന്ന് പറയുമ്പോൾ തമ്പുരാൻ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനപ്പുറം. കാരണം കർത്താവിൻ്റെ ജീവിതം അത് നമ്മളെ വരച്ച് കാണിക്കുന്നത് ഈ മരണത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയതിൻ്റെ തിരുനാളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം വിശ്വാസത്തോടും തീക്ഷ്ണതയോടും സ്നേഹത്തോടും കൂടി ഈ ഉത്ഥാനം ആഘോഷിക്കുന്നത്. കാരണം ഇതൊരു സന്തോഷത്തിൻ്റെ, ഒരു പ്രകാശത്തിൻ്റെ തിരുനാളാണ്. അന്ധകാരത്തിലായിരിക്കുന്ന മക്കൾക്ക് പ്രകാശത്തിൻ്റെ, ജീവിതത്തിൻ്റെ വെളിച്ചം പകരുന്ന ഒരു തിരുനാളാണ്. അല്ലെങ്കിലൊന്നും ഈ ക്രിസ്തുമതം അല്ലെങ്കിൽ ക്രിസ്ത്യാനൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ഈ ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് വരച്ചു കാണിക്കുന്നത് മറ്റു നേതാക്കന്മാരെ പോലെയല്ല. ഒരുപക്ഷെ ഈ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു പലപ്പോഴും ഈ മഹാത്മാഗാന്ധിയെ പോലെയും നവോത്ഥാന നായകന്മാരെയൊക്കെ പോലെ എണ്ണപ്പെട്ടേനെ. കാരണം അവരും നല്ല കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയി. കുറച്ചും കൂടിയും പാലസ്തീനയുടെ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് വചനം പ്രഘോഷിച്ചും അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചും അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയ ഒരു സാധാരണക്കാരനായ ഒരു നേതാവായിട്ട് മാറിപ്പോയേനെ. എന്നാൽ ക്രിസ്തു അവൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്തപ്പോൾ ഇന്ന് കണ്ടതിൽ വെച്ച് എല്ലാ ദൈവങ്ങളെക്കാളും അപ്പുറം ഈ ക്രിസ്തുമതം ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത് നവോത്ഥാന നായകനായതുകൊണ്ടല്ല, ഒരു നേതാവായതുകൊണ്ടല്ല, മറിച്ച് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണം ചാർത്തിയ ഒരു ക്രിസ്തു എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രതിയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രത്യാശയില്ലാതെ പലപ്പോഴും ജീവിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പലപ്പോഴും പറയും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇനി എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയെ പോകണം? ഓർക്കണം, ദൈവം തിരഞ്ഞെടുത്ത് മാറ്റിയ ഒരു ജനത്തെക്കുറിച്ച് നമ്മൾ ഈ ആഴ്ചയിൽ വായിച്ചു കേട്ടു. അത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു ജനമാണ് ഇസ്രായേൽ ജനം. അവർക്ക് ഒത്തിരിയേറെ ദുഃഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരൊരു പ്രതീക്ഷ, ജെറുസലേം ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അവർ ഒത്തിരി പല പ്രാവശ്യം അടിമയാക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം. പക്ഷെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു ജനം. പക്ഷേ അവരുടെ ജീവിതത്തിൽ പല പ്രാവശ്യം അടിമയ്ക്കായിട്ട് അവർ മാറ്റി നിർത്തപ്പെട്ടു. പല രാജാക്കന്മാരുടെ കീഴിലായി നാട് കടത്തപ്പെട്ട് നാണക്കേടിൻ്റെ വശത്തൂടെ കടന്നുപോയി. പക്ഷേ എല്ലാ പെസഹ തിരുനാളിലും അവരുടെ പിതാക്കന്മാർ കാണിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമുണ്ട് അവരുടെ മക്കൾക്ക്. അടുത്ത പെസഹ നമ്മൾ ജെറുസലേമിൽ ഒരുമിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1948 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് കടന്നുപോയത്. വർഷങ്ങളോളം അവർ പ്രത്യാശയില്ലാതെ ജീവിച്ചില്ല, മറിച്ച് പ്രത്യാശയുടെ കിരണങ്ങൾ നെഞ്ചിലേറ്റുകൊണ്ട്, പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസം നെഞ്ചിലേറ്റുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ജനം ഒത്തിരിയേറെ വർഷങ്ങൾക്ക് ശേഷം 1948 സ്വതന്ത്ര രാജ്യമായി മാറിയെങ്കിൽ അത്രയും സമയം ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനമെന്ന് വിശ്വസിക്കുന്ന നമ്മളാണെങ്കിൽ ഈ പ്രത്യാശയോടെ കാത്തിരിക്കാനാണ് നമ്മളെപ്പോഴും വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തകർന്നു വീഴരുത്, തളർന്നു വീഴരുത്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. തകർന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടം, ഒന്നിനും പ്രത്യാശയില്ലാത്ത കാലഘട്ടം. കേരളത്തിലും ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അത് കേരളത്തിലാണ്. കാരണം പ്രത്യാശയില്ലാത്ത നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ വെള്ളിടി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വെള്ളരിപ്രാവിനെ ഒരിക്കൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉത്ഥാനവും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളും മറ്റ് കുർബാനകളും വിശുദ്ധ നൊവേനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തൊടാതെ പോകുന്നത്. ഉത്ഥാനം ഇങ്ങനെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ഈ ദൃശ്യാവിഷ്കാരം ചെയ്തതുകൊണ്ട് തീരുന്നില്ല. അത് ഒരു ഫീലാവണം, ഒരു അനുഭവമാകണം. ഈ ഉത്തിതനായ ക്രിസ്തു അനുഭവമായ മാത്രമാണ് ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ മനോഹരമാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളെ പോലെയും ഉത്ഥാന തിരുനാൾ കഴിയും വീട്ടിലേക്ക് പോകും, പഴയ പടിയിലേക്ക് പോകും. കാരണം നമ്മളോട് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ
എന്നിലേക്ക് തിരിച്ചു വരിക. നമ്മൾ വചനത്തിൽ വായിച്ചു, ഈ മഗ്ദലന മറിയം പറഞ്ഞു, എൻ്റെ കർത്താവ് എവിടെ? ഈ കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കർത്താവ് പറയുന്നില്ല. സ്നേഹിക്കുക, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുക, മക്കളെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ കൂടെ ഒരുമിച്ച് ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഇതേ കർത്താവ് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ഉത്തിതനായ ക്രിസ്തു നമ്മളോട് പറയുന്ന വലിയ കാര്യം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓർക്കണം, ഉത്തിതനായ ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ആളുകളെ നിങ്ങൾ ഇന്ന് ഓർക്കുന്നത് ഒരു പക്ഷം നല്ലതാണ്. വിദേശത്തായിരിക്കും നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും, അവർ പഠിക്കുന്നൊരു സമയമാണ്. പക്ഷേ ഓർക്കണം, നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, PR-നൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന മക്കൾ. അതുപോലെ തന്നെ ക്യാൻസർ ആയിരിക്കുന്ന അവരോട് ചോദിച്ചറിയും, അടുത്ത കീമോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവർ. ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മളൊന്ന് ചോദിച്ചാൽ പറയും, ഇതൊക്കെ കടന്നു പോകും, പ്രത്യാശയുണ്ട് ജീവിതത്തിൽ. PR കിട്ടും, പഠനം പൂർത്തിയാകും, കീമോ കഴിഞ്ഞാലും ക്യാൻസർ മാറും എന്നൊരു പ്രത്യാശ. ഈ പ്രത്യാശയാണ് അവരെ നിരാശരാകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 പറയുന്നത്, നിങ്ങൾ പ്രത്യാശയിലൂടെ കടന്നു പോകുക, നിരാശരാകരുത്. കാരണം പ്രത്യാശ അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്, നിരാശ അത് സാത്താൻ എന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളിൽ സഭ പഠിപ്പിക്കുന്നത്. നിരാശ ഒരു വലിയ പാപ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഡിപ്രഷനാണ്, എല്ലാത്തിനോടും നിരാശയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നിരാശയുടെ സ്റ്റാറ്റസുകളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും സ്നാപ്ചാറ്റിലൊക്കെ. അതിൻ്റെ ആവശ്യകതയുണ്ടെന്നറിയില്ല. കാരണം ഈ ക്രിസ്തുവിനെ, ഈ ഉത്തിതനായ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ശോഭയാകും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ക്രിസ്തുവിനെ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സങ്കടങ്ങൾ ഒരുപാടുണ്ടാകും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം യോഹന്നാൻ്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ 5-ാമത്തെ അധ്യായത്തിൽ ഈ ബെത്സേദ കുളക്കരയുള്ള രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈശോയുടെ ജീവിതത്തിലുണ്ടായത് അവന് എതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് വചനത്തിൽ സാക്ഷ്യപ്പെടുന്നത്, 5-ാമത്തെ അധ്യായം അവസാനത്തെ താളുകളിൽ. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവൻ ഒരു അന്ധനെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ 9-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അവനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ലാസറൻ ഉയർപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ആ ജനക്കൂട്ടം അവനെ നിഷ്കാസനം ചെയ്തു എന്നാണ് വചനം സാക്ഷ്യപ്പെടുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയോടെ മുന്നോട്ട് പോകുമ്പോൾ സങ്കടങ്ങളും സഹനങ്ങളും ഒരുപാടുണ്ടാകും. ഈ സങ്കടത്തിലും സഹനത്തിലും എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് വേണ്ടിയാണ് പാടുപീഡ ഏറ്റതെന്നും അവൻ എനിക്ക് വേണ്ടിയാണ് ഉത്തിതനായതെന്നും ഓർക്കുന്നെങ്കിൽ അവൻ്റെ ഈ മുറിപ്പാടുകൾ, അവൻ്റെ കയ്യിലെയും കാലിലെയും മുറിപ്പാടുകൾ, അവൻ്റെ പാർശ്വത്തിലെയും മുറിപ്പാട് നമുക്കൊരു പ്രത്യാശയുടെ ജീവിതം പകർന്നു തരും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ ഉത്ഥാനം ആഘോഷങ്ങളിൽ ഒതുങ്ങാതെ അത് ഒരു ഇമോഷനായിട്ട്, ഒരു അനുഭവമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം അനുഭവമായാൽ മാത്രമാണ് ഓരോ തിരുനാളും മനോഹരമാകുന്നത്. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുർബാനയ്ക്ക് ശേഷം CLCയുടെ നേതൃത്വത്തിൽ മുട്ട വിതരണം ചെയ്യുന്നതാണ്. ആ മുട്ടയിൽ നമ്പറുണ്ട്, അതിന് നറുക്കെടുപ്പ് നടത്തും. അതിന് സമ്മാനം പ്രത്യേകമായിട്ടുണ്ടായിരിക്കും. 24-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് സെയിൻറ്റ് ആൻ്റണി കുടുംബ യൂണിറ്റ് വാർഷികം, ബെന്നി തോമസ് പുത്തൻപുരയ്ക്കൽ. അടുത്ത ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിനെക്കുറിച്ച് ആലോചിക്കാൻ ജോർജുമാരുടെ യോഗമുണ്ടായിരിക്കും. ദുഃഖവെള്ളി, ഈസ്റ്റർ കർമ്മങ്ങൾ മനോഹരമാക്കിയ യുവജനങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും പുതിയ ജീവൻ നൽകി മനുഷ്യവർഗത്തെ ഉദ്ധരിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ നരകത്തിന്റെ വാതിൽ തകർക്കുകയും പാപത്തിന്റെ ദുഷ്ടഫലങ്ങൾ നീക്കിക്കളയുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ ശത്രുക്കളെയെല്ലാം ലജ്ജിപ്പിക്കുകയും വിശ്വസ്തരായ ശിഷ്യഗണത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ
അങ്ങിൽ വിശ്വസിക്കുന്ന സകലർക്കും പ്രത്യാശപൂർണമായ പുതിയ ജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ സ്വർഗ്ഗരാജ്യത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ദൈവസ്നേഹം ഞങ്ങളിൽ വർഷിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടെ സ്വീകരിച്ചെമ്പോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാം. കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചെമ്പോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. താതനുമതുപോലാത്മജനും ദിവ്യറുഹാഖ്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിലെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ
മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറക്കപ്പെടുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൻ പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രീയസ്മാരമുത്താന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിൻ്റെ ശക്യം സ്വർഗ്ഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ ഭീഷണിയേറ്റുവാൻ നമ്മെ സിദ്ധരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അത് സമർപ്പിക്കുന്ന നിലയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നിന്ന് പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസം കൊണ്ട് പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങൾ സ്തുതിയും എല്ലാ നാവുകൾ നികൃതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ മുതൽ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിൽ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്താക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രിയജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ നിയോഗങ്ങൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരം അർപ്പിക്കുന്നു. ജീവിതകാലം അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ മഹനീയവും ബൈബിൾജനവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാഭവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് വിധം എന്നോട് ദയ തോന്നണമേ. സുഗന്ധപൂരിതമാക്കുകയും ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദങ്ങളെ സമീപിക്കാം. രണ്ടാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പക്ഷാതപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിസ്തൂർമാൻ സ്വീകരിക്കുകയും പരിസ്ഥാന്മാനാൽ പതിരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളക്ഷം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങൾ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങളെ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുവാനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരം രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ ശക്തങ്ങളാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ജനങ്ങളെ വരുവിൻ, കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും നിത്യസ്മാരകമായ ഈ മഹാരഹസ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം.
നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. ആനന്ദത്തേൻ പുഴയൊഴുക്കൂ. നീയല്ലോ ജീവൻ, നീയല്ലോ സത്യം, നീതാൻ പ്രകാശം യേശു മഹേശാ. ജീവദാതാ സ്നേഹരാജാ ആത്മനാഥാ നീ വരിക. ജീവദാതാ സ്നേഹരാജാ ആത്മനാഥാ നീ വരിക. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. യേശുവേ സർവേശ്വരൂപേ, വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്തകാരനേ, ശൂന്യമിൻ മാനസം നീ നിറയ്ക്കൂ. പരിശുദ്ധാത്മാവിന്റെ കൃപ വർത്താൽ സുദ്രഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അങ്ങയുടെ മരണത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെയും. കർത്താവായ ദൈവം ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശ മഹത്വമണിയിച്ച അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോട് കൂടെ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശനവത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യങ്ങൾ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തദാർശിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ.
അക്ഷയ സൗഭഗമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ മംഗളാശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.